വയനാടൻ ജനത തുറന്ന ജയിലിൽ ആണ് കഴിയുന്നത്. അതാരാണ് മറുപടി ശരിക്കും പറയുന്നത്? ഗവൺമെന്റ് പറയണം. 5 വർഷം കൊണ്ട് ട്രെയിൻ വയനാട്ടിൽ കൂടി ഓടിക്കുമെന്ന് ഈ ശ്രീധരൻ പറഞ്ഞു. കണ്ണ് തുറക്കുമ്പോൾ മെഡിക്കൽ കോളേജ് ഉണ്ടാകുമോ എന്നൊരു ചോദ്യത്തിന് ജനങ്ങളാണ് മറുപടി പറയുക. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് SIR കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് മാത്രമല്ല, നമ്മുടെ കേരളം ഭരിക്കുന്ന CPM പോലും അതിനെ എതിർക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് അത് എതിർക്കുന്നത്? വ്യക്തിക്ക് 3 പെൻഷൻ വാങ്ങാം, അത് ഏകീകരിച്ച് തരാം, ഒറ്റ പെൻഷനാക്കി മാറ്റിയത് ഇടതുപക്ഷ ഗവൺമെന്റ്. ശ്രീ IC ബാലകൃഷ്ണൻ MLAക്ക് 360 ടോക്സിലേക്ക് സ്വാഗതം. താങ്ക് യു. സമൂഹം അറിയുന്നത് IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സിനെയാണ്. എന്നാൽ ഞാൻ വിചാരിക്കുന്നു ഒരു വ്യക്തിയെ അറിയുന്നത് ആ പൊസിഷനിലേക്ക് എങ്ങനെ പ്രവേശിച്ചു എന്നുള്ളതാണ്. ആ പ്രോസസ്സാണ്. ആ പ്രോസസ്സിന് അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ആ കഥയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. 1975 ജനനം, അല്ലേ? അതെ അതെ. അത് മുതൽ ഇങ്ങോട്ടുള്ളൊരു കഥയെ നമുക്കൊന്ന് ഓർത്തെടുക്കുവാണെങ്കിൽ എങ്ങനെയുണ്ടാവും? എൻ്റെ ഒരു ചെറുപ്പകാല ജീവിതം എന്ന് പറയുമ്പോൾ, ഞാൻ വാളാട് ഇല്ലത്തമൂല എന്ന് പറയുന്ന തറവാട്ടിലാണ് ജനിച്ചത്. കൂട്ടുകുടുംബ വ്യവസ്ഥയാണ്. ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ട്, ജീവിതത്തിൽ പല പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്, ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട്, ഒരു കഠിനാധ്വാനം ജീവിതത്തിൻ്റെ പാതയിലേക്ക് വരുമ്പോൾ അതിൻ്റെ കഠിനാധ്വാനം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട്, പഠന സമയങ്ങളിലുള്ള പ്രയാസങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ജീവിതമാണ് എൻ്റെ ചെറുപ്പകാല ജീവിതം. പിന്നെ എല്ലാ പണിയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു കർഷകൻ്റെ മകൻ എന്ന നിലയ്ക്ക് അച്ഛൻ ഇപ്പോഴും കർഷകനാണ്. അച്ഛൻ്റെ പേര് ചന്തു, മീനാക്ഷി. ഇപ്പോഴും അവർ പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. ഇപ്പോഴും പോകുന്നുണ്ട് അവർ. അന്നും ഇന്നും അവർ ഇന്നും അതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം അവർ കർഷകരെന്ന നിലയ്ക്ക് അവർക്കത് മറക്കാൻ കഴിയില്ല. അവർ കൂടെ നന്നായിട്ട് കാർഷിക മേഖലയിൽ ജീവിതത്തിലേക്ക് എത്താൻ വേണ്ടി ഞാനും പങ്കാളിയായിട്ടുണ്ട് ചെറുപ്പത്ത്. പിന്നെ അവിടുത്തെ ഒരു ചെറിയ ഒരു പൊതുപ്രവർത്തകനായി മാറി. ഇപ്പോൾ വിദ്യാഭ്യാസം വാളാട് സ്കൂളിൽ തന്നെയായിരുന്നു. വാളാട് ഹൈസ്കൂൾ ജീവിതം. അപ്പോൾ കോൺഗ്രസിലേക്ക് പ്രവേശിച്ച് KSU വഴിയാണോ? KSU വഴിയാണ്. KSUവിൽ അന്ന് സ്കൂൾ സ്റ്റുഡൻസ് കൗൺസിൽ ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ ഏറ്റവും ആദ്യം പിന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് KSUവിൻ്റെ ക്ലാസ് ലീഡർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അന്ന് രാഷ്ട്രീയം സ്കൂളുകളിലുണ്ട്. അന്ന് ഞാൻ ഓർക്കുന്നു, എന്നെ അതിലേക്ക് ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കുടുംബപരമായി കോൺഗ്രസ്സാണ്. ഇന്ദിരാഗാന്ധിയെ സ്നേഹിക്കുന്ന, രാജീവ് ഗാന്ധിയെ സ്നേഹിക്കുന്ന വലിയ പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതിൽ കൂടി സ്കൂൾ രാഷ്ട്രീയം KSUവിലെത്തിയപ്പോൾ ഒരു ചാൻസ് എന്ന നിലയ്ക്ക് കണ്ടെത്തി. അതിലൊരു അനുഭാവപൂർവ്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഗുരുനാഥൻ KC രാജുമാഷ്, കണ്ണൂരുകാരനായിട്ട് റിട്ടയർഡ് ചെയ്തു. ആ മാഷാണ് എന്നെ അന്ന് 9ാം ക്ലാസ്സിൽ സ്കൂൾ സ്റ്റുഡൻസ് കൗൺസിലേക്ക് ക്ലാസ് ലീഡറായിട്ട് എന്നെ മത്സരിപ്പിക്കുന്നത്. അവിടെ വിജയിച്ചു ഞാൻ അന്ന്. അതായത് ചെറുപ്പം തൊഴിലെ ലീഡർഷിപ്പ് ഉണ്ട്. അല്ല, വിജയിച്ചു ഞാൻ അവിടെ. വിജയിച്ചതിന് ശേഷം ഒരു ലീഡർഷിപ്പ്, ഒരു 40 കുട്ടികൾ എൻ്റെ സഹപ്രവർത്തകർ ഇറങ്ങുന്ന ക്ലാസ്സിൽ ആ 40 പേര് എനിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള മുതലാണ് ഞാൻ ലീഡർഷിപ്പിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം എന്നെ ആരും ഒരു വിമർശിക്കുകയോ എതിർക്കുകയോ ഒന്നും ചെയ്തില്ല. അത് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും എല്ലാവരും എന്നെ സ്നേഹിച്ചു, ഞാൻ അങ്ങോട്ടും സ്നേഹിച്ചു. ക്ലാസ് ലീഡർ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു നിലപാടിന്, എൻ്റെ ഇടപെടലുകളൊക്കെ അവർ വലിയ സപ്പോർട്ട് തന്നു. അങ്ങനെ സപ്പോർട്ട് തരുമ്പോൾ ഞാനൊരു ലീഡറായിട്ട് എനിക്ക് അവരെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞു. അവരെന്നെയും ഇങ്ങോട്ട് സ്നേഹിക്കാൻ കഴിഞ്ഞു. അങ്ങനെയുള്ളൊരു ജീവിത രീതിയിലേക്ക് അവിടെ നിന്നാണ് രാഷ്ട്രീയത്തിലേക്ക് വളരെ സജീവമായിട്ട് വന്നത്. ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, സ്കൂൾ കഴിഞ്ഞു, അന്നത്തെ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫ്രണ്ട്സൊക്കെ ഏത്? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു വലിയൊരു കൂട്ടുകെട്ടിൻ്റെ ഒരു ഭാഗമല്ല ഞാൻ. ഇപ്പോഴും എൻ്റെ പിന്നെ സുഹൃത്തുക്കൾ പറയും, ഇവിടെ വരും വൈഫിനോടും പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇവരന്ന് ഒന്നും ആരോടൊന്നും വർത്താനം പറയില്ലായിരുന്നു, ഒരു സൈലന്റ് മാനായിരുന്നു എന്നൊക്കെ വൈഫിനോട്
അവർക്ക് ഇവിടെ പലവട്ടം വന്നപ്പോൾ പറയും. പിന്നെ അപ്പം ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു ഓളമോ ആഘോഷമോ അല്ല. ഓക്കെ. ഓരോ വിഷയങ്ങളും ദൂരെ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ അന്നും ഇന്നും പഠന വിദ്യാർത്ഥിയാണ്. ഞാൻ ഓരോ പ്രതിസന്ധികൾ പഠിക്കും. പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓരോന്നിനും മറുപടികൾ പറയുക, ഇടപെടലുകൾ നടത്തുക. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ യൂത്ത് കോൺഗ്രസിലേക്ക് കയറി ആ സമയമൊക്കെ നമ്മുടെ ചെറുപ്പമാണ്. ആ ചെറുപ്പത്തിൽ സാമ്പത്തികമായിട്ട് ഇതിന് ഏത് രീതിയിലാണ് അത്തേക്ക്? അല്ല, ഞാൻ സത്യത്തിൽ ഒരു പൊതുപ്രവർത്തകനായി വന്നത് എനിക്കൊരു പാവപ്പെട്ടവൻ്റെ, യഥാർത്ഥ ഒരു പാവപ്പെട്ടവനെ കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും എനിക്ക്. ഓക്കെ. എന്ന് വെച്ചാൽ ഞാൻ അവരെ കണ്ടു കഴിഞ്ഞാൽ, അവരുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഒരു ഇമോഷൻ ഉണ്ടാവും എനിക്ക്. ഞാനതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, പിന്നെ ഇരുമനത്തൂരിലൊരു പണിച്ച അമ്മ പാണാട് നിന്നും ടൗണിൽ നിന്നും നടന്ന് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തെത്തിയപ്പോൾ അമ്മ അവിടെ വീണു. ഓക്കെ. ഞാൻ അവിടെ നിന്ന് ഓടി, അവിടെ ഒരു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു ഹോട്ടലുണ്ടായിരുന്നു, ഓടി ചെന്ന് കടക്കാരോട് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഓർക്കുകയാണ്, ആ പണിച്ച ചെറുപ്പത്തിലാണ്, ആ ചെറുപ്പത്തിൽ അവിടെ ചെന്ന് ഒരു കപ്പ് വെള്ളവും ഉണ്ടയും, ആ ചേട്ടനും കൂടി എൻ്റെ കൂടെ വന്നു. അത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ ഹോട്ടൽ നടത്തിയാൽ എൻ്റെ കൂടെ വന്നു. അമ്മയ്ക്ക് വെള്ളം കൊടുത്തു, ഉണ്ട കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അമ്മ എഴുന്നേറ്റു. അപ്പം ഞാൻ അന്ന് മനസ്സിലാക്കി, നമ്മൾ ഏതൊരു പ്രതിസന്ധിയും നേരിട്ടാൽ അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള. അന്ന് മുതൽ എനിക്കൊരു പൊതുപ്രവർത്തനം ഭയങ്കര. പിന്നെ അവിടെ ഈ അപേക്ഷ ഫോമൊക്കെ പിന്നീട് ആളുകൾ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ തുടങ്ങി, ചെയ്ത് കൊടുക്കാൻ തുടങ്ങി, അവർ വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങി. പിന്നെ IC എന്നുള്ള ആ വിളിപ്പേര് ചെറുപ്പം മുതലേ IC എന്ന വിളിപ്പേര് ഉണ്ടായിരുന്നു. ഉണ്ട്, ചെറുപ്പം മുതൽ IC എന്നൊരു വിളിപ്പേരുണ്ട്. ഏതാണ്ട് ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9ാം ക്ലാസ് മുതൽ അങ്ങോട്ട് IC എന്നൊരു വിളിപ്പേര് എനിക്ക് വന്നിരുന്നു. IC എന്നുള്ളത് വീട്ടുപേരില്ലത്തെ മൂല, അച്ഛൻ്റെ ഒരു ചന്തു, IC ഷോർട്ട്. ഓക്കെ. ഓക്കെ. പക്ഷെ എൻ്റെ റെക്കോർഡിൽ I എന്നാണുള്ളത്. മാത്രമേ ഉള്ളൂ. വിളി IC. ഓക്കെ. അപ്പോൾ ഈ IC എന്നുള്ളൊരു വിളിപ്പേരായിട്ട് വന്നപ്പോൾ ഞാൻ 2001 മത്സരിക്കുമ്പോൾ അന്നത്തെ റിട്ടേണിംഗ് ഓഫീസർ എന്നോട് പറഞ്ഞു, ഈ പേരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം. അയാൾ ഞാൻ എപ്പോഴും അന്വേഷിക്കണം, റേഞ്ച് ഓഫീസറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പേര് IC ആണ് എന്നെ വിളിക്കൽ, ഇനിഷ്യൽ I എന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ സിയും കൂടി തരാമെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ IC എന്ന ബ്രാൻഡ് ബ്രാൻഡ് ആക്കി. ശരിക്കും ഇപ്പം IC എന്നാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. എല്ലാവരും വിളിക്കുന്നത്, എല്ലാവരും നേതാക്കളെല്ലാം, പൊതുജനങ്ങൾ അടക്കം, ചെറിയ കുട്ടികളടക്കം IC എന്ന് വിളിക്കുമ്പോൾ ഒരു വലിയ സന്തോഷം തോന്നുന്നു. പണ്ട് ഉമ്മൻചാണ്ടി എന്ന് 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി വിളിച്ചതുപോലെ IC എന്ന് ഏത് കുട്ടിക്കും വിളിക്കാം, ആർക്കും വിളിക്കാം. സാർ എന്നോ അല്ലെങ്കിൽ അവസ്ഥയില്ലാതെ എനിക്ക് സാറെന്ന് വിളിക്കുന്നതും MLA എന്ന് വിളിക്കുന്നതിനേക്കാളും നല്ലത് IC എന്ന് വിളിക്കുന്ന ആ 2 അക്ഷരമാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നും. ചെറിയ കുട്ടികളൊക്കെ ഞാൻ കടന്നു പോകുന്നത് IC പോകുന്നു. അതിനുശേഷം നമുക്കപ്പം വിവാഹത്തിലേക്ക് ഒരു പണി ഉണ്ടായിരുന്നു അല്ലേ? വിവാഹവും കാര്യങ്ങളൊക്കെ നടന്നപ്പം എങ്ങനെയായിരുന്നു? അല്ല, വിവാഹം ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആഘോഷമില്ലല്ലോ വിവാഹം. എൻ്റെ മുറപ്പെണ്ണാണ്, അച്ഛൻ്റെ പെങ്ങളുടെ മോളാണ്. മുറപ്പെണ്ണാണ്. അപ്പൊ ചെറുപ്പത്തിലേ അത് എങ്ങനെയായിരുന്നു? അല്ല, ഞങ്ങൾ ചെറുപ്പത്തെ കണ്ട് വളർന്നു വന്ന മുറപ്പെണ്ണാണ് എൻ്റെ. അപ്പോൾ അച്ഛനും അമ്മയും തീരുമാനമെടുത്തു. അപ്പം ഞാൻ ഓർക്കുന്നു, പിന്നെ ആ വിവാഹം എന്ന് പറയുന്നത് ഒരു പുത്തരി ദിവസം അവിടെ തറവാട്ടിൽ കൊണ്ടുവിട്ടു. ഞാൻ തറവാട്ടിൽ കൊണ്ടുവിട്ടു. അവിടുന്ന് കല്യാണം നടത്തി. അപ്പം അങ്ങനെയാണ് ജീവിതം. വലിയൊരു ആഘോഷമുള്ളൊരു കല്യാണം ആയിരുന്നില്ല. കാരണം എനിക്ക് ഈ ആഘോഷമുള്ള കല്യാണങ്ങളോട് എനിക്ക് അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പം ഞങ്ങളുടെ സാമുദായ ആചാരം അനുസരിച്ചുള്ള ഒരു വിവാഹമാണ് എൻ്റെ വിവാഹം. ആ സമയത്ത് രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. പിന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ അധ്വാനിക്കുന്ന ആളാണ്, കൂലി വേലയ്ക്ക് പോകുന്ന ആളാണ്. ആ സമയത്ത് കൂലി വേലയ്ക്ക് പോകുന്നുണ്ട്. നമ്മുടെ വരുമാന മാർഗം എന്ന് പറയുന്ന മാർഗങ്ങൾ, ഞാനിന്ന് കൂലിപ്പണിക്ക് പോകാറുണ്ട്. കൂലിപ്പണിക്ക് പോകാറുണ്ട്. അടുത്ത സ്ഥലങ്ങളിലൊക്കെ കൂലിപ്പണിക്ക് പോകാറുണ്ട്. അങ്ങനെ പോയി കുടുംബജീവിതം വളരെ സുരക്ഷിതമായി അങ്ങനെ ഓരോന്നായി അങ്ങനെ വളർത്തിക്കൊണ്ട് ഇങ്ങനെ വന്നു. നമ്മുടെ മക്കള് എന്ന് പറയുന്നത് 3 പെൺമക്കളാണ് നമുക്ക്. അവരിപ്പോ എന്താണ് ചെയ്യുന്നത് മക്കള്? 3 പെൺമക്കൾ. ഇപ്പോൾ മൂത്തോള് PG കഴിഞ്ഞു, അവര് വിവാഹം കഴിഞ്ഞു.
പിന്നെ രണ്ടാമത്തോള് ഡിഗ്രി സെക്കൻഡ് ഇയർ സെൻറ്റ് മേരീസ് കോളേജിൽ പൊളിറ്റിക്സ് BA പൊളിറ്റിക്സ് എടുത്തു. ഇളയോള് SSLC ഇൻഫന്റ് ജീസസ് കേണിച്ചിറ. ഓക്കെ. അപ്പം രണ്ടാമത്തെ മോളെയാണ് പൊളിറ്റിക്സ് ഒക്കെ പഠിപ്പിച്ചത് നമ്മുടെ അടുത്ത തലമുറയായിട്ട് വളർത്തി കൊണ്ടുവരാൻ, പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നത് പോലെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ മക്കളോട് ഇന്ന കോഴ്സ് എടുക്കണമെന്ന് ഞാൻ നിർബന്ധിക്കാറില്ല ആരോടും. അവരോട് തന്നെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അവരോട് തന്നെ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ അവരോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്തറിയോ, എന്നോടൊരാൾ ഒരു ചുമതല, വലിയൊരു ചുമതല ഏൽപ്പിച്ച് എനിക്ക് ചെയ്യാൻ കഴിയില്ല. എനിക്കൊരു ആശങ്കയുണ്ടാവും അതിന്. അതേസമയത്ത് ഞാൻ നേരെ കണ്ടറിഞ്ഞ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഞാൻ ഏറ്റെടുക്കുന്നതെങ്കിൽ അത് റിസൾട്ട് ഉണ്ടാവും. ഒരാൾ നിർബന്ധിച്ച് ചെയ്യുമ്പോൾ അതിൽ റിസൾട്ട് കാണാൻ കഴിയുന്നില്ല. പല പരീക്ഷണങ്ങളും ഞാൻ നടത്തി. അതേപോലെ മക്കളെ ഞാൻ എന്ത് ചെയ്തു, ഫ്രീ ആക്കി വിട്ടു. അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ്, അവർക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സ്, അവർക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന കോഴ്സ് അവർ സെലക്ട് ചെയ്യുക. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ആ സപ്പോർട്ടിങ്ങാണ് മക്കളെ കൊടുത്തിട്ടുള്ളത് ഞാൻ. ഓക്കെ. നമ്മുടെ ലൈഫിനെ പറ്റി നമ്മൾ പറഞ്ഞു വരുമ്പം അടുത്തൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് വയനാട്ടിനെ പറ്റി കുറച്ച് ചോദിക്കാം. വയനാട് എന്ന് പറയുന്നത് ടൂറിസ്റ്റുകളെ സംബന്ധിച്ചുകൊണ്ട് ഊട്ടി ഓഫ് കേരള എന്നും അത് ഗ്രീൻ പാരഡൈസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പം ഇങ്ങനെ അറിയപ്പെടുന്ന ഈ സ്ഥലത്ത് വയനാട്ടുകാരെ സംബന്ധിച്ചുകൊണ്ട് അത്ര സന്തോഷപ്രദമാണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു സംശയമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തന്നെ വൈൽഡ് ലൈഫ് അറ്റാക്ക് തന്നെയാണ്. ഒരു MLA എന്ന അവസ്ഥയിൽ എന്ത് ആണ് ഈ കഴിഞ്ഞ 3 ടേമുകളിൽ, അത് 15 വർഷത്തോളം നമുക്ക് ചെയ്യാൻ സാധിച്ചത്? ഇതിൻ്റെ എന്താ പറയുമോ, എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു കാര്യമുണ്ട്. കാരണം വയനാട് കൊച്ചു ജില്ലയാണ്. 23 പഞ്ചായത്ത്, 3 മുനിസിപ്പാലിറ്റി, 4 ബ്ലോക്ക്, വിസ്തൃതിയും കുറവാണ്. 40% വനമേഖലയുണ്ട്. കർണാടക തമിഴ്നാടായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജില്ലയാണ്. അതിൻ്റെ നടുക്കാണ് കർണാടക തമിഴ്നാടായിട്ടുള്ള അതിർത്തി പങ്കിടുന്ന വനമേഖലയാണ് നമ്മുടേത്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ഒരു ടെക്നിക്കൽ വിങ്ങിനെ വയനാട്ടിൽ നിയോഗിച്ചുകൊണ്ട് ആ ടെക്നിക്കൽ വിങ് ജനപ്രതിനിധിയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളുമായി സമ്പാദിച്ച് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കണം. ഇപ്പം എൻ്റെ സംസാരശൈലി ഈ സംസാരശൈലി ആയിരിക്കില്ല പിന്നീടുള്ള സംസാരശൈലി. അത് കഴിഞ്ഞ് വേറൊരു ശൈലിയിലേക്ക് ഞാൻ വരും. അതേപോലെ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും ഹൃദയമെടുപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള അവിടെ ഫീസ്ഫുള്ളാകുന്ന പദ്ധതിക്കാണ് രൂപം കൊടുക്കേണ്ടത്. ഉദാഹരണം, കൽമതിൽ എന്ന ആശയം ഞാൻ കൊണ്ടുവന്നതാണ്. ഏതാണ്ട് 12ഓളം കിലോമീറ്റർ കൽമതിലുകൾ പണിത് പല സ്ഥലങ്ങളിലും ഗ്രാമങ്ങളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ഉമ്മൻചാണ്ടിയാണ് എന്നെ അതിൽ സഹായിച്ചത്. ഏതാണ്ട് 16 കോടി രൂപയോളം അന്ന് നബാർഡിൽ നിന്നും ലോൺ എടുത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിച്ച് പൈലറ്റ് പ്രോജക്റ്റ് നടത്തി. പരീക്ഷ വിജയിച്ചതാണ്. പിന്നെ ക്രാഷ് കാർഡ് ഫെൻസിങ്, മാങ്കുളം മാതിരിയുള്ള ക്രാഷ് കാർഡ് ഫെൻസിങ്ങിന് രൂപം കൂടെ അത് നടക്കുന്നുണ്ടല്ലോ നമ്മളിവിടെ. ക്രാഷ് കാർഡ് ഓൾറെഡി ഇപ്പം ഞങ്ങളുടെ കുറുവാദ്വീപിൻ്റെ നടക്കുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ഭാഗം ഇതിൻ്റെ ഇവിടെ നെയ്ക്കുപ്പ മേഖലയിൽ നിന്നും തുടങ്ങി അങ്ങോട്ട് കുറുവാദ്വീപിലേക്കാണ് അത് വരുന്നത്. പിന്നെ ഹാങ്ങിങ് ഫെൻസിങ് ഞാൻ പരീക്ഷിച്ചു. ഹാങ്ങിങ് ഫെൻസിങ് പെരിക്കല്ലൂർ മുതൽ ഇന്ന് പതിരാറ്റൂന്ന് വരെ ഏതാണ്ട് ഒരു 18ഓളം കിലോമീറ്റർ എടുത്തിരിക്കുക. MLA ഫണ്ടും ഒക്കെ പിന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഹാങ്ങിങ് ഫെൻസിങ്. പിന്നെ സോളാർ ഫെൻസിങ്, പിന്നെ ട്രെഞ്ചുകളുണ്ട്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ കഴിയുന്ന എന്താ പറയുക, ഇത് ഓരോന്ന് എടുത്ത് ഓരോ പ്രദേശത്തിൻ്റെ സാഹചര്യങ്ങൾ വെച്ച് ജനപങ്കാളിത്തത്തോടു കൂടി ഈ പദ്ധതി ആവിഷ്കരിക്കുന്നതിന് വേണ്ടി ഒരു ടെക്നിക്കൽ വിങ് വയനാട്ടിലുണ്ടാകണം. അതെ, ഇപ്പൊ നിലവിൽ അങ്ങനത്തെ ഒരു വിങ് ഇല്ല. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ ഈ വന്യമൃഗ സംഘർഷമുണ്ടാകുന്ന വന്യമൃഗ സംഘർഷം ഉണ്ടാകുന്ന ഒരു ജില്ലയാണ്. ഒരുപാട് ജീവൻ പൊലിഞ്ഞു. അതെ, ഒത്തിരി ജീവൻ പൊലിഞ്ഞു. ആ ജീവൻ പൊലിഞ്ഞതിന് ശേഷം ഒരു സമാശ്വാസ പദ്ധതി കൊടുത്ത് കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുന്ന രീതിയല്ല വേണ്ടത്. അതൊരു കറക്റ്റായിട്ടുള്ള ഇതാണോ? അതായത് 10 ലക്ഷം അതല്ല വേണ്ടത്. ഇത്രയും കാലമായിട്ട് നമുക്കിതൊരു സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് ഇതെത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം.
നമ്മുടെ ആശയങ്ങൾ നമ്മൾ പദ്ധതികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളായിട്ട് വെക്കുമ്പോൾ അത് അംഗീകരിക്കപ്പെടാത്ത ചില രീതി ഒരു കിടൻ അജണ്ടയുടെ അകത്ത് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നു എന്ന് എനിക്കൊരു സംശയം ഇപ്പോഴും. ഇന്നലെ ഞാൻ പോയല്ലോ, ഇന്നലെ കുമിളിയിൽ ഒരു ഗ്രാമമാണ്, ചേക്കാടി പോലൊരു ഗ്രാമമാണ് കുമിളിയിൽ പോയി. മുത്തങ്ങ കുമിളിയിൽ ചെന്ന് അവിടുത്തെ സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, വിദ്യാർത്ഥികൾ എല്ലാവരും അവിടെയുണ്ട്. അവർ പറയുന്ന ഇതാണ്, ഞങ്ങൾക്ക് റോഡ് വേണം, ഫോറസ്റ്റുകാർ റോഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങൾക്ക് ഫെൻസിങ് സിസ്റ്റം വേണം, ഞങ്ങൾക്ക് കൃഷി ചെയ്യണം. ഈ കുമിളി മേഖലയിലെ കുട്ടികൾ ഫോറസ്റ്റിൻ്റെ അകത്ത് കൂടി നടന്നു പോവുക. വഴിയിൽ ആനയെ കണ്ട ഫോറസ്റ്റുകാരെ വിളിക്കും, ഫോറസ്റ്റുകാർ ആനയെ ഓടിച്ചതിന് ശേഷം ഇവർക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റുള്ളൂ. ആ പ്രദേശം ഞാനൊരു സ്കൂൾ ബസ് വാങ്ങിച്ചു കൊടുത്തു. ആ കുട്ടികളുടെ പഠനം ലക്ഷ്യമിട്ടുകൊണ്ട് കല്ലൂർ സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നതിന് അവർ കഴിയുന്നില്ല, ഞാൻ ബസ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഓരോന്നായി തരം തിരിച്ചുകൊണ്ടുള്ള പദ്ധതിക്ക് രൂപം കൊടുക്കുമ്പോൾ ആ പദ്ധതിയുമായി ഏത് പ്രദേശത്താണ് നടപ്പാക്കുന്നത്, ആ പ്രദേശത്തെ ജനപ്രതിനിധികൾ, അവിടുത്തെ പൊതുപ്രവർത്തകർ, അവിടുത്തെ ജനങ്ങളൊക്കെ യോജിപ്പിച്ചൊരു ജനകീയ പദ്ധതിയാക്കി മാറ്റിയാൽ നമുക്കിത് പ്രയോജനപ്പെടുത്താൻ കഴിയും. ചില ഉദ്യോഗസ്ഥന്മാർ, ഞാൻ പറയാതിരിക്കാൻ വയ്യ, ചില ഉദ്യോഗസ്ഥന്മാർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നു. ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഇതൊരു ഒഴുക്കുമട്ടിൽ പോയിക്കോട്ടെ. ആ ഒഴുക്കുമട്ടിൽ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വയനാട് ജില്ലയിൽ ഓരോ മേഖലകളെടുത്ത് പരിശോധിച്ചാൽ ഇതിനു വേണ്ടി എത്ര കോടി രൂപയാണ് ഗവൺമെൻറ് ചെലവഴിച്ചത് എന്ന് നമുക്ക് കണക്ക് കിട്ടും. അങ്ങനെ കണക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പരാജയങ്ങളും വിജയങ്ങളും രണ്ടും പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിക്കാനുള്ള ടെക്നിക്കൽ വിങ് ഇല്ല. അതായത് കോർഡിനേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റിലൂടെ ഒരു വഴി വിടുക എന്ന് പറയുന്ന അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ച് അത് അത്യാവശ്യമാണ്. ഇത് ഗവേൺ ചെയ്യുന്നത് നമ്മുടെ അണ്ടർ ഗവൺമെന്റിന്റെ കീഴിലാണ്. അപ്പം എന്തുകൊണ്ട് ഈ ഫോറസ്റ്റും അത് തന്നെ പൊതുമരാമത്തും എല്ലാം കൂടി കൂടിയിട്ട് ഒരുമിച്ചൊരു പദ്ധതി ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇതിൻ്റെ അത് വേണം. എന്താ വേണം എന്ന് പറയുന്നത്, ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ജനപ്രതിനിധികളുടെ ടീം ഉണ്ടാകണം, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ടീം ഉണ്ടാകണം, അതോടൊപ്പം തന്നെ ഒരു എഞ്ചിനീയർ ബിങ് ഉണ്ടാകണം. പിന്നെ ഇതിൽ NIT പോലുള്ള സ്ഥാപനത്തിലെ ഉത്തരവാദപ്പെട്ട റിസർച്ച് ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ അകത്തുണ്ടാകണം. അപ്പം എല്ലാവരെയും യോജിപ്പിച്ചൊരു ടീം, ഒരു കോർഡിനേഷൻ ടീം ഉണ്ടായാൽ, ഇപ്പം 10 ലക്ഷം രൂപയാണ് ഒരു MLA അനുവദിക്കുന്നതെങ്കിൽ ആ 10 ലക്ഷം രൂപ അത് ഇവിടെ വിജയിക്കുന്ന പദ്ധതി ഏത് എന്ന് അവർ സെലക്ട് ചെയ്യണം. ആ സെലക്ടിങ് ചെയ്യേണ്ടത് അവിടെ ജനങ്ങളോടുള്ള അഭിപ്രായം ചോദിക്കണം. നമ്മൾ ഇന്ന പദ്ധതി ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങളുടെ പങ്കാളിത്തം എന്താണ്? ഫോറസ്റ്റ് ബൗണ്ടറി മുഴുവനും ഇതേപോലുള്ള വളരെ ഫിറ്റ്നസ്സോടുകൂടി ഈ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കേണ്ടത് എവിടെയാ? കൃഷിയിടങ്ങളിലേക്കാണ്. കൃഷിയിടങ്ങളിലേക്ക് കർഷകരെ വിളിച്ചു ചേർത്ത് കർഷകരോട് അവരുടെ കൃഷിയിടങ്ങളിൽ 2 ഏക്കറാണെങ്കിലും 1 ഏക്കറാണെങ്കിൽ 1 ഏക്കറാണെങ്കിൽ പന്നിയും കുരങ്ങും ഒന്നും കടങ്ങാത്ത രൂപത്തിൽ ബ്ലോക്ക് ചെയ്യണം. അതെന്താണ് നിങ്ങളുടെ ആശയം? ചോദിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു സബ്സിഡിയോടുകൂടി കർഷകരെ ഇതിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ഭൂമി, അവരുടെ കൃഷിയിടം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ നമ്മൾ വനാന്തരങ്ങളിലുള്ള അതിർത്തി പ്രദേശമുള്ള തൊഴുത്തുകൾക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട് ക്ഷീരവികസന വകുപ്പ്. അതേപോലെ സബ്സിഡി സിസ്റ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ചെറിയ ഫെൻസിങ്ങുകൾ ചെറിയ ഷോക്കോടുകൂടിയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഇതിലേക്ക് വയനാട് ജില്ലയെ സുരക്ഷിതപ്പെടുത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ കടുവ കൊന്നു, ആന കൊന്നു, കരടി കൊന്നു, പിന്നെ പാമ്പ് കടിയേറ്റ് മരിക്കുന്നു. നിരവധി ആളുകൾ ഇന്നും വികലാംഗരായിട്ട് കിടക്കുകയാണ്, കൈയും കാലും നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവരെക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇപ്പം ജീവിച്ചിരിക്കുന്ന ഇരകൾക്കാണ്. കാരണം അവർക്ക് മരിച്ചവർ അതോടെ കഴിഞ്ഞു, മറ്റവരെ ജീവിതം മുഴുവനും നരകിച്ചെടുക്കുന്നവർക്ക് 2 ലക്ഷം നിസാരമായ ഒരു തുകയാണ് അവർക്ക് നൽകുന്നത്. പിന്നെ പല ആളുകളുണ്ട്. നെയ്ക്കൊപ്പം രാജു, ആള് വാച്ചറായിരുന്നു, അയാളെ കിടപ്പ് കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. ഇവിടെ വടക്കനാടൊരു ചെറുപ്പക്കാരനുണ്ട്, കിടന്ന കിടപ്പ. അങ്ങനെ പലരും പല വീടുകളിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്.
അവരൊന്നും തിരിഞ്ഞു നോക്കാൻ, അവർക്കുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും പറഞ്ഞാൽ വനം വകുപ്പ് ദുർബലമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പം നിലവിലുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം വയനാട്ടിൽ നിന്ന് പോയിരിക്കുന്നത് വനം വകുപ്പിനും അതിനോടനുബന്ധിച്ച മന്ത്രിക്കുമാണ്. അപ്പം അതൊരു ദുർബലമാണ് എന്ന് പറയാൻ പറ്റും. ഈ ദുർബലം എന്നല്ല നമ്മൾ പറയേണ്ടത്. ദുർബലം എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു വലിയൊരു ആക്ഷേപത്തിലേക്ക് പോകും. നമുക്ക് അധികാരമുള്ള സമയത്ത് ദുർബലമെന്ന് ജനങ്ങൾ പറയാതിരിക്കണമെങ്കിൽ ഈ മേൽഘടകത്തിലുള്ള ആളുകൾ അത് ചിന്തിച്ച് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ കണ്ടെത്തി അത് ജനകീയ മുഖം കൊടുത്ത് നടപ്പാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദുർബലം എന്ന് പറയുന്നത് പരാജയം എന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ കമന്റുകൾ വരുന്നത്. അങ്ങനെ നമ്മൾ അധികാരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരിക്കും അധികാരത്തിൽ വരുന്നതെന്ന് പൊതുവായിട്ടൊരു ചർച്ച നടക്കുന്നുണ്ട്, ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ അധികാരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ വയനാടിന്റെ വിഷമത്തിലേക്ക് ഈ പറഞ്ഞ പദ്ധതികളെല്ലാം നടത്താൻ സാധിക്കുമോ? അല്ല, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ 16 കോടിയുടെ കൽമതില് ആകെ അനുവദിച്ചത് ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ബത്തേരിക്ക തന്നത്. വളരെ നന്നായിട്ട് അത് ഉപയോഗപ്പെടുത്തി. അതേ സമയത്ത് അതിനുശേഷം ഇവിടെ റെയിൽ ഫെൻസിങ് വന്നു. റെയിൽ ഫെൻസിങ് ഫണ്ട് അനുവദിച്ച ഗവൺമെന്റ്. ആരാണ് ഇതിന്റെ ടെക്നിക്കൽ വിങ്? ആരാണ് ഇത് ഇംപ്ലിമെന്റേഷൻ? ആരാണ് മോണിറ്ററിങ്? ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ കരാറുകാരൻ പണിയെടുക്കുന്നു, ഫോറസ്റ്റുകാർ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളത് ആവേശത്തോടെ സ്വീകരിക്കുന്നു, ഇനാഗ്രേറ്റ് ചെയ്യുന്നു, ആന കയറുന്നു, പൊളിക്കുന്നു. ഇപ്പൊ നിങ്ങൾ കൽമതിൽ ചെല്ലുക, കൽമതിൽ നോക്കുക. കൽമതിൽ ഇവിടെ ഗാന്ധിനഗർ പ്രദേശത്തൊക്കെ കൽമതിൽ പണിത് അതിൻ്റെ മേലെ ഫെൻസിങ് ഇട്ടതൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ വലിയ അത്ഭുതം. അതിൽ ഞാൻ അന്ന് ഉമ്മൻചാണ്ടിയെ ഞാൻ അംഗീകരിക്കുന്നു. അന്ന് ഉമ്മൻചാണ്ടിയോട്, മുഖ്യമന്ത്രിയോട് ഏത് പദ്ധതി പറഞ്ഞാലും, ഏത് പദ്ധതി വന്നാലും അത് വിഭാവനം ചെയ്യാൻ പറയും. അതെ, അതാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അന്നത്തെ. അപ്പോൾ അതേപോലെ പിന്നെ അതിനുശേഷം ഭരണം കിട്ടിയില്ലല്ലോ, 10 വർഷം പോയല്ലോ. അപ്പോൾ പദ്ധതികളൊക്കെ ഉണ്ട്, ഇല്ല എന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ പദ്ധതിയിൽ കാര്യക്ഷമം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ വടക്കനാട് ഒരു ഗ്രാമ, ആ വടക്കനാടുകാർ വലിയ സമരം ചെയ്തു. ഏതാണ്ട് 10-28 ദിവസം നീളുന്ന സമരം ചെയ്തു. എൻ്റെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്ത് വെച്ച് ചർച്ച നടത്തിയത്. അന്ന് ഏതാണ്ട് കോടിക്കണക്കിന് രൂപ, 6,37,00,000 രൂപ ഗവൺമെൻറ് അനുവദിച്ചു. ആ സമരത്തിൻ്റെ ഭാഗമായുള്ള ചർച്ചയുടെ ഭാഗമായി ആ തുക ഇന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഉദ്യോഗസ്ഥർ ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുക. അപ്പോൾ ആ പ്രദേശത്ത് ജനങ്ങളെ വിളിച്ചിരുത്തി ആ പ്രദേശം ഉദ്യോഗുന്ന ഒരു പദ്ധതിക്കാണ് അവിടെ നിന്ന് പദ്ധതി ആവിഷ്കരിച്ച് വരുമ്പോഴാണ് ഇവിടെ നടക്കാതെ പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പ്രതിസന്ധികൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇംപ്ലിമെൻറ്റേഷനിലേക്ക് എത്തുമ്പോൾ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വയനാട്ടിൻ്റെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു ട്രെയിൻ യാത്ര നടത്തണമെങ്കിലും വിമാനയാത്ര നടത്തണമെങ്കിലും നമുക്ക് താമരശ്ശേരി ചുരം ഇറങ്ങിപ്പോകണം എന്നുള്ളതാണ്. ഈ ദുരന്തം എന്നെങ്കിലും മാറിക്കിട്ടും. അപ്പം ഓൾറെഡി 1-2 പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ തുരങ്കപാതയുണ്ട്, അതുപോലെ തന്നെ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് വരുന്നുണ്ട്. ഇതിനൊക്കെ എത്ര സ്പീഡിൽ നമുക്കിതൊക്കെ ചെയ്യാൻ സാധിക്കും? ഞാൻ ഒരു കാര്യം പറയട്ടെ, വയനാടൻ ജനത തുറന്ന ജയിലിൽ കഴിയുന്നത് പോലെയാണ് കഴിയുന്നത്. അതെ, കാരണം ഈ കഴിഞ്ഞ ന്യൂ ഇയറിന്, അതിന് മുമ്പ് ഓണത്തിനൊക്കെ മണിക്കൂറുകളാണ്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ ഈ രാജ്യത്തിൻ്റെ പ്രഗത്ഭനായ കൊങ്കൺ റെയിൽവേ അടക്കം കൊച്ചി മെട്രോ, ഡൽഹി മെട്രോ അടക്കം നേതൃത്വം കൊടുത്ത ഇ ശ്രീധരൻ എന്ന് പറയുന്ന ആ പ്രഗത്ഭനായ എഞ്ചിനീയറെ വെച്ച് ഉമ്മൻചാണ്ടി തുടക്കം കൊടുത്തു നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ. ആ റെയിൽവേൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയല്ലോ. കേന്ദ്ര ബഡ്ജറ്റിലടക്കം വന്നു. സംസ്ഥാന വിഹിതം കൊടുക്കാമെന്ന് പറഞ്ഞു, PPP കൊണ്ട് പദ്ധതി ആവിഷ്കരിക്കാമെന്ന് പറഞ്ഞു. ഒരു 5 വർഷം കൊണ്ട് ട്രെയിൻ വയനാട്ടിൽ കൂടി ഓടിക്കുമെന്ന് ഈ ശ്രീധരൻ പറഞ്ഞു. പാരിസ്ഥിതിക അനുമതിയൊക്കെ വാങ്ങിക്കോളാം, അത് കേന്ദ്ര ഗവൺമെൻറ് കൂടി സഹകരിക്കും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കിനാസ് ബുക്കിൽ ഇത് വന്നതാണ്. അത് എന്തുകൊണ്ടാണ് ഇല്ലാണ്ടായതെന്നുള്ള ചോദ്യത്തിന്
ജനങ്ങളോട് ഇന്ന് മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് ഗവൺമെന്റ് എത്തിയിരിക്കുക. അത് ആരാണ് മറുപടി ശരിക്കും പറയുന്നത്? ഗവൺമെന്റ് പറയണം. ഗവൺമെന്റ്, ഇപ്പോഴത്തെ നിലവിലെ ഗവൺമെന്റ് പറയണം. ആ പദ്ധതി ഒഴിവാക്കിയിട്ടാണ് 7 തവണ തലശ്ശേരി മൈസൂർ ബ്രിട്ടീഷുകാര് സർവേ നടത്തി ഒഴിവാക്കിയതും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സർവേ നടത്തി ഒഴിവാക്കിയ പദ്ധതിയിലോട്ട് പോയത്. അപ്പോൾ ഒരു പ്രാദേശികവാദമല്ല അത്. നിലമ്പൂർ വരെ ട്രെയിൻ എത്തി. ആ ട്രെയിൻ നഞ്ചങ്കോടേക്ക് 161 കിലോമീറ്റർ മാത്രം. കുറച്ച് പാരിസ്ഥിതികമായ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു യാത്രാ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ, ഒരു പുതിയ കൺസെഷൻ വരുമ്പോൾ കുറേ കാര്യങ്ങൾ ഇളവുകളൊക്കെ ലഭിക്കണമെങ്കിൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഇടപെടണമല്ലോ. അന്ന് ഈ ശ്രീധരൻ സാറിന് കൊടുക്കേണ്ട, അവരുടെ DMRC കൊടുക്കേണ്ട തുക പോലും രാവിലെ ഓർഡർ ഇറങ്ങുന്നു. അഡ്വാൻസ് ഇതിൻ്റെ DPR തയ്യാറാക്കാൻ 8 കോടി, രാവിലെ 2 കോടിയുടെ ഓർഡർ ഇറങ്ങുന്നു DMRCയുടെ അക്കൗണ്ട് കൊടുക്കാൻ വേണ്ടി. ഉച്ചയ്ക്ക് ആ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അവിടെ പ്രതിസന്ധി, അവിടെ ആരാ പ്രതിസന്ധി ഉണ്ടാക്കിയത്? ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് പ്രതിസന്ധി ഉണ്ടാക്കാൻ കാരണം എന്താ? ഗവൺമെന്റ് ഭാഗമാണല്ലോ IAS ഉദ്യോഗസ്ഥന്മാര്. അവർ മറുപടി പറയണ്ടേ ജനങ്ങളോട്? ആ പദ്ധതി ഞങ്ങളുടെ ഗവൺമെന്റ് വന്നാൽ ഞങ്ങൾ എവിടെയാണോ ഞങ്ങൾ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് ഞങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങൾ പിന്നെ ഗവൺമെന്റ് വന്നാൽ അത് ഞങ്ങൾ പിന്നെ അതിൻ്റെ മുൻകരുതലോടുകൂടി വളരെ ഗൗരവമായി ഞങ്ങൾ ഏറ്റെടുക്കും. അങ്ങനെ ആനിക്കാംപോയിൽ മേപ്പാടി ആ തുരങ്കപാതയുടെ അവസ്ഥ എന്തായിരിക്കും? തുരങ്കപാത നമ്മുടെ വയനാട് എന്ന് പറയുന്നത് ഒരു ടൂറിസം അതിവേഗം വളർന്നു വരുന്ന കൊച്ചു ജില്ലയാണ്. അതെ, തുരങ്കപാത നമുക്ക് ആവശ്യമാണ്. തുരങ്കപാതയുടെ സ്ഥിതി എന്താ? 2020 തറക്കല്ലിട്ടില്ലേ? എന്തേ പണി ആരംഭിക്കാത്തത്? 2020, 21, 22, 23, 24, 25 എത്ര വർഷമായി? ഈ കഴിഞ്ഞ വർഷം ഇനാഗുറേഷൻ നടത്തി. അന്ന് പാരിസ്ഥിതിക അനുമതി കിട്ടിയില്ലായിരുന്നു. തുരങ്കപാതയ്ക്ക് തറക്കല്ലിട്ടു. അതിനുശേഷമാണല്ലോ എല്ലാ അനുമതി കിട്ടിയതിനു ശേഷം ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ടെക്നിക്കലായിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായ ശേഷം തറക്കല്ലിട്ടത്. അതാണല്ലോ നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടത്. അതെ. അപ്പോൾ തുരങ്കപാത നമ്മുടെ ജില്ലയ്ക്ക് പണി സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ ഏറ്റവും അനുയോജ്യപ്പെടുന്ന ഒരു സാഹചര്യമായി മാറും എന്നുള്ള കാര്യം യാതൊരു തർക്കമില്ല. പക്ഷേ സമയത്ത് പണി പൂർത്തീകരിക്കും. ഇനി വരാൻ പോകുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് ആണെങ്കിൽ എന്തായിരിക്കും അതിലുള്ള നടപടി? അല്ലാതെ എന്താണ് ഇത്തരം പദ്ധതികളൊന്നും ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ ഇടതുപക്ഷ ഗവൺമെന്റ് ബ്ലോക്ക് ആക്കിയതുപോലെ ബ്ലോക്ക് ആക്കില്ല. ഓക്കെ. ഇനി നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ ഇടതുപക്ഷമാണ് തുടങ്ങി വെച്ചതെങ്കിൽ UDF അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകുമായിരുന്നു. അതേപോലെ ഈ തുരങ്കപാത തുടങ്ങിയത് ഇടതുപക്ഷമാണ്. അത് ജനങ്ങൾക്കും നമ്മുടെ ജില്ലയ്ക്കും ഒതുങ്ങുന്ന ഒരു വലിയ പദ്ധതി. ആ പദ്ധതി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിന്റെ അവസ്ഥ എന്തായിരിക്കും? അതും പൂഴിത്തോട് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ലീഡർ K. കരുണാകരനുള്ള സമയത്ത്, മുഖ്യമന്ത്രിയുടെ സമയത്ത് ആരംഭിച്ച ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധി തീർത്തതാണ്. കാരണം അന്ന് സൗദുള്ള ടീച്ചർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഇന്ന് ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാണ്. ടീച്ചർ അന്ന് പഞ്ചായത്തിലുള്ള സമയത്ത് ഫോറസ്റ്റിൻ്റെ ഭൂമി നമ്മൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി കൂപ്പർ റോഡുമായി ബന്ധപ്പെട്ട ഏരിയയിൽ ഫോറസ്റ്റിൻ്റെ ഭൂമി നമ്മൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പകരം അവർ ഫോറസ്റ്റ് എന്നാവശ്യപ്പെട്ട ഭൂമി വാങ്ങിച്ച് നൽകിയിട്ടുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടം വരെ അതിൻ്റെ ഫയലുകൾ നീങ്ങി. പിന്നെ ഈ 10 വർഷം ഫയൽ അവിടെ തന്നെ ഇരിക്കും, രോഗം കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പം അടുത്തൊരു അനക്കം വന്നു. നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കാജി അവിടെ സന്ദർശിച്ചു, കലക്ടർ സന്ദർശിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ ജനകീയ കമ്മിറ്റികൾ സന്ദർശിച്ചു. കോഴിക്കോടും അതോടൊപ്പം തന്നെ പിന്നെ വയനാട്ടിലെ യോഗങ്ങൾ വിളിച്ചു. ഇപ്പം ഫയലിനൊരു നീക്കം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം അനുയോജ്യമായിട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ഗവൺമെന്റ്. അല്ല, പ്രതീക്ഷിക്കാം. ഇത് അനുയോജ്യമായി വരും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു എയർ സ്ട്രിപ്പ് ആരും ഇതില്ലാതാക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അന്ന് അനിൽകുമാർ ടൂറിസം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് വയനാട്ടിൽ മാതമംഗലം നമ്പിക്കൊല്ലിയിൽ മിനി എയർ സ്ട്രിപ്പ് തുടങ്ങുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ ബഡ്ജറ്റിൽ അനുവദിച്ച് സർവേ ആരംഭിച്ചത്. ആ സർവേ ആരംഭിച്ച് നമ്മൾക്ക് വലിയ പ്രതീക്ഷയോടെ നിന്നു.
ഉദ്യോഗസ്ഥന്മാർ സർവേ ചെയ്യാൻ വന്നു. നോക്കുമ്പോൾ അവിടെ ഒരു സമരപ്പന്തൽ, ഇവിടെ ഒരു സമരപ്പന്തൽ. ആരാ തടഞ്ഞത് ആ സർവേ? ഇവിടുത്തെ ഇന്ന് വികസനത്തിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ കൂടെ, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കൂടെ നിൽക്കുന്ന നേതാക്കളാണ് അവിടെ നേതൃത്വം കൊടുത്തത്. പാരിസ്ഥിതിക പ്രശ്നമുണ്ട്, ഇവിടെ എയർ സ്ട്രിപ്പ് പറ്റില്ല, അതിൻ്റെ വീഡിയോ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് പറയുന്ന ഒരു കപട പരിസ്ഥിതി വ്യക്തികളാണോ? അത് എന്താണെന്നുള്ളതൊന്നും മനസ്സിലാകുന്നില്ല. പാരിസ്ഥിതിക പ്രശ്നം. പിന്നെ ചീക്കല്ലൂർ കൊണ്ടുപോയി പനമരത്ത്, അവിടെ ഇതേ സമരസമിതി എന്ന് അവരോടിച്ചു. വയനാട്ടിലൊരു എയർ സ്ട്രിപ്പ് വന്നാൽ എന്താണ് പാരിസ്ഥിതിക പ്രശ്നം? അതെ, നമ്മൾ ചിന്തിക്കണ്ടോ? ഇതിപ്പം LDF ഗവൺമെൻറ് ബഡ്ജറ്റിൽ എയർ സ്ട്രിപ്പിൻ്റെ സർവേ നടത്തുന്നതിന് വേണ്ടി പണം അനുവദിച്ചിട്ടുണ്ട്. ഇതിനെയാണ് എന്തെന്ന് പറയുക, ഒരു മാച്ചിങ് ഇല്ലാതെ ഒരു പ്രാവശ്യം ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നു, മരവിപ്പിക്കുന്നു, അതിനുശേഷം വീണ്ടും അവർ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ അതിനു വേണ്ടി ഫണ്ട് അനുവദിക്കുന്നു. അല്ല, ഇതൊക്കെ കാണുന്നതും കേൾക്കുന്നതും എന്താ പറയുക, പഴയ ഒരു തലമുറയല്ല. അതെ അതെ, ഇപ്പോഴത്തെ വർത്തമാന കാലഘട്ടങ്ങളിലെ ഇതൊക്കെ പഠിക്കുന്നതും ഇതൊക്കെ ചിന്തിക്കുന്നതും ഇത് നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഒരു തലമുറയുണ്ട് വയനാട്ടിൽ. നല്ല ടെക്നോളജികൾ അറിയുന്ന, ചിന്തിക്കാൻ കഴിവുള്ള ഒരു സമൂഹം ഇന്ന് വയനാട്ടിലുണ്ട്. അവരൊക്കെ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഇതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആരോട് പറയും എന്നുള്ള ആ ചോദ്യമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ വയനാട് ജനതയിലെ ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധി വരുന്ന സമയത്തും അതുപോലെ പ്രിയങ്ക ഗാന്ധിയൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് രാത്രികാല സർവീസ് പുനരാരംഭിക്കും എന്നുള്ളതായിരുന്നു. കാരണം കേരളത്തിലാണെങ്കിലും കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. ഇവിടെ രാഹുൽ ഗാന്ധി വന്ന സമയത്ത് പ്രിയങ്കയാണെങ്കിലും അവരുമായിട്ട് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻ ഉള്ളവരാണ്. അപ്പം ഭാവിയിലെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പോഴും 6 മണിക്ക് അത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇതിനൊരു മാറ്റം വരാൻ സാധ്യതയുണ്ടോ? ഈ ബാവലി മാത്രമല്ല, ഏറ്റവും ആദ്യം രാത്രി യാത്രാ നിരോധനം കൊണ്ടുവന്നത് ബാവലിയാണ്. 6 മണി മുതൽ 6 മണി വരെ. അതിനുശേഷം വന്നതാണ് NH 766, 9 മണി മുതൽ രാവിലെ 6 മണി വരെ. അപ്പോൾ നമ്മുടെ 2 പ്രധാനപ്പെട്ട കർണാടകയുമായി ബന്ധപ്പെട്ടുള്ള കണക്ടിവിറ്റി നഷ്ടപ്പെട്ടിരിക്കുക രാത്രി കാലങ്ങളിലേക്ക്. ഇതിപ്പോൾ അന്ന് ഭരണകൂടം ഇടപെട്ടെങ്കിൽ പോലും ആ ഇടപെടലുകൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ അങ്ങനെ പോയി സുപ്രീം കോടതിയിൽ കിടക്കുക. പക്ഷെ സുപ്രീം കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു 2 സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള കണക്ടിവിറ്റിക്ക് ദോഷം ചെയ്യുമ്പോൾ അത് ഇടപെടേണ്ടത് ഗവൺമെൻറ്റുകളാണ്. ഒന്ന്, കർണാടക ഗവൺമെൻറ്റാണ് നിരോധിക്കപ്പെട്ടത്. കർണാടക ഗവൺമെൻറ് നിരോധിക്കപ്പെടുമ്പോൾ കർണാടക ഗവൺമെൻറ്റിനോട് കേരള ഗവൺമെൻറ് ആവശ്യപ്പെടണം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 3 ചർച്ചകൾ നടത്തി. അവിടുത്തെ ചില വ്യക്തികൾ നമ്മൾ എതിർക്കുകയാണ്, സ്പഷ്ടമായി എതിർക്കുക. പക്ഷേ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, 1 തവണ 2 തവണ അല്ല, 10 തവണ നമ്മൾ പോകേണ്ടി വരും. ഈ ഗവൺമെൻറ് വന്നു, ഈ ഗവൺമെൻറ് ഞങ്ങൾ പലവട്ടം പറഞ്ഞു, ഒന്ന് കർണാടക ഗവൺമെൻറ്. ഞാൻ ചോദിക്കട്ടെ, അവിടെ കോൺഗ്രസ് ഗവൺമെൻറ് എന്ന് വെച്ച് ഞാൻ പോയി സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? പ്രിയങ്ക ഗാന്ധി MP എന്നൊക്കെ പൊളിറ്റിക്കൽ ചർച്ചകൾ നടത്തും. എന്താ ചെയ്യേണ്ടത്? കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് നമ്മുടെയാണ് ആവശ്യം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വകുപ്പ് മന്ത്രിമാരടക്കം, ഇവിടുത്തെ MLA മാർ, MP അടക്കം വിളിച്ച് കർണാടക ഗവൺമെൻറ്റിൻ്റെ അനുമതി വാങ്ങിച്ച്, ടൈം വാങ്ങിച്ച് അവിടെ പോയി ചർച്ച ചെയ്യണം. ആ ചർച്ച ചെയ്തതിന് ശേഷം അവർ നമുക്കെതിരായുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? സുപ്രീം കോടതിയിലാണല്ലോ കേസ്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഇടപെടണം. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഇടപെടണമെങ്കിൽ ഇവിടെ ആരൊക്കെ വേണം? കേന്ദ്ര ഗവൺമെൻറ് ഭാഗമായി നിൽക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് വേണം.